പിച്ചക്കാരന്റെ തത്ത കഴുകവനെ നാട്ടെ മോനെ എന്തോർത്ത് തരേ ആരെ തരേ എനിക്കടി. നിനക്ക് അലീനെ ഇഷ്ടമാണ് ചന്ദ്ര? അലീനയുടെ വീട്ടിൽ പെണ്ണ് കാണാൻ പോവാ. നിന്റെ അഭിപ്രായം എന്താണ് ചന്ദ്രനെ കെട്ടിച്ചു വിടുന്നത്? അലീനയുടെയും ചന്ദ്രന്റെയും കല്യാണം ഉടനെ നടത്താൻ പോകുന്നു. ഇല്ല കേക്കുന്നില്ല. എനിക്ക് കേക്കുന്നില്ലെന്ന്. ഇപ്പൊ കേക്കാലോ സംസാരിച്ച ഇപ്പൊ കേക്കാം. അലീനെ ആ വർത്താനം ഭയങ്കര നീ എന്ത് ബേസിസിലാണ് ഞാൻ ജെൻസി അല്ല പിടിച്ചു നിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞേ. അങ്ങനെയല്ല നമ്മളിപ്പോ ഒരേ പ്രായമല്ല. ഇല്ല ഞാൻ ചുമ്മാ പറഞ്ഞ ചന്ദ്ര സ്കിബിഡിയുടെ അർത്ഥം അറിയാവോ അലീന നിനക്ക്? സ്കിബിഡി അറിയാം നമ്മള് ജെൻസിയാണേ. എടാ എന്റെ അടുത്ത് നോക്കി ഞാൻ പറഞ്ഞ എന്റെ പൊന്ന അലീനെ സത്യം പറഞ്ഞ ചന്ദ്രനേക്കാളും അപ്ഗ്രേഡ് ഞാനാ. സീരിയസ്ലി പറയാലോ. ചന്ദ്ര ഞാൻ മുതുക്കുണ്ട് പാപ്പനെ. ഏത് പാപ്പൻ? പാപ്പനല്ല പാപ്പ ചിന്ന പാപ്പ സൂര്യ. കൊച്ചു കഴിവേറി വന്നോ? അവിടെ ഉണ്ടോ? വന്നു സൂര്യ. നല്ല ഇരിക്കടാ തമ്പി. നീ എങ്ക ഇരിക്കേ? എപ്പടി ഇരിക്കേ? തപ്പന്ന് വരാം. എന്തോന്ന് കുണ്ണാക്കണ്ണാന്നല്ലേ പറഞ്ഞു. വരാം. നിന്റെ മുതുക്ക് വരാ. ഇല്ല നീ ഗ്യാങ് പക്കത്തേക്ക് വാ. ഗ്യാങ് പക്കം വാ. അപ്പാക്ക് പേടിടാ. അപ്പാന്നാണ് വിളിക്കണാട്ടാ. പിള്ളേരല്ലേ അണ്ണു, എന്ത് ചെയ്യാനാ? അവരെങ്ങ് വിളിക്കുവോ? നമ്മളൊക്കെ വല്ല പറയാൻ പറ്റുമോ? സൂര്യ ഒരു സെക്കൻഡ് ഇപ്പൊ അണ്ണു മറ്റേ സൂര്യ വന്നിട്ടുണ്ട്. ഒന്ന് പുറത്തോട്ട് പോവോ? ഞാൻ ഇപ്പൊ വരാം. ശോകല്ലടാ ഇവര് മര്യാദക്ക് സിറ്റിയില് അവര് ഇവന്റ്സ് ഒക്കെ അല്ല ചെയ്യുന്നത്. അവര് എന്തോരം കഷ്ടപ്പെട്ടിട്ടാ ഈ ആർട്ട് ചെയ്യുന്ന ഈ ഇവന്റിന്റെ മീൻസ് എന്താ പറയാ ഈ ക്ലബിന്റെ ഒക്കെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഇങ്ങനെ സിറ്റുവേഷൻ ആക്കുന്നത്? ഞാൻ മാക്സിമം ഒട്ടുമല്ല. പറ പിച്ചക്കാരന്റെ തത്ത കഴുകവനെ നാട്ടെ മോനെ. പിള്ളേരത്ത് പറഞ്ഞോണ്ടല്ലോ അവരെ കത്തിച്ചെറിയും കേട്ടാ. ഈ ചന്ദ്രനെ എടുത്തിട്ട് അടിക്കും അറിയോ? ഞാനൊരു കാര്യം പറയട്ടെ. ഒരു മിനിറ്റ് ചെറുക്കണ്ടായി. അലീനെ ഈ ഒരു സാഹചര്യത്തിൽ പറയേണ്ടതാണോന്ന് അറിഞ്ഞൂടാ. ചന്ദ്രനെ ഇങ്ങനെ വലിയൊരു ചന്ദ്രനെ ഈ കെട്ടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ടാന്നൊക്കെ പറഞ്ഞ് കെട്ടിക്കാന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സാധനം മുട്ടതും നീ പൊട്ടിമുളയ്ക്കുന്നതും പിന്നെ അച്ചാന്ന് വിളിച്ചോട്ടെ ഞാൻ സമ്മതിക്കുന്നത്. മനസ്സിലായോ? എന്നും പറഞ്ഞിട്ട് എന്റെ ചെറുക്കന്റെ തലേ കയറി ഇരിക്കുന്ന കാര്യം കറിയിക്കുന്നത് ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ വളർത്തേക്കുന്നത്. ഇപ്പോഴും നിന്റെ വിളിക്കാറുണ്ടോ നിന്നെ അലീനെ? വിളിക്കാറുണ്ടോ? എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ അണ്ണു? അങ്ങ് നടത്തിത്താ. എന്തോർത്ത് തരേ ആരെ തരേ എനിക്കടി. തള്ളപ്പിള്ള എണിച്ച് പോയേ. ചന്ദ്ര ഹലോ നീ ഇങ്ങോട്ട് നിന്നാണ് ഇവളുടെ അടുത്തോട്ട് നിന്നാണ്. നേരെ നിക്കടാ. എടാ ചെറുക്ക ഇല്ലാത്ത കേട്ടോ നല്ലത്. അപ്പൊ ചന്ദ്ര നിനക്ക് അലീനെ ഇഷ്ടമാണ് ചന്ദ്ര? ഇല്ല. എന്നെ എന്തിനാണ് നടത്തി തരണ്ടേ അലീനെ? ഇഷ്ടമല്ലെന്നും പറഞ്ഞു ഇപ്പൊ നടത്തി തര എന്തോ നടത്തി തരണ്ടേ? ഇഷ്ടമാണ്. എടാ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോന്നാ ചോദിക്കുന്നേ? കല്യാണത്തിനെ പറ്റി ഞങ്ങള് ഇതുവരെ തീരുമാനിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ചിന്തിക്കാതെ പിന്നെ എന്ത് നടത്തി തരണ്ടേ? നടത്തിത്താന്ന് പറഞ്ഞ ആർക്കാ മുട്ടിക്കണേ ഇപ്പം? മോനാ തള്ളക്കാ? ചന്ദ്ര മാന്യമായ സംസാരം. എല്ലാരും അറിഞ്ഞില്ലേ ചന്ദ്ര? ഇല്ല എനിക്ക് ഇപ്പൊ സമയം ഞാൻ പ്രിപ്പയർഡ് അല്ല.
അല്ല ഇപ്പൊ പ്രിപ്പയർഡ് അല്ല. അലീനെ ഞാൻ പറയട്ടെ, ഈ ആണുങ്ങളുടെ മനസ്സേ ഇങ്ങനെയാണ്, മനസ്സിലായോ? ഇതൊരു മാതിരി ബൂസ്റ്റ് വാങ്ങിക്കുമ്പോ ടെന്നീസ് ബോൾ കിട്ടി ഫ്രീ കിട്ടിയ കണക്കത്തെ ഒരു സാധനത്തെ മുക്കിക്കൊണ്ട് വന്നിട്ട് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലല്ല മോനെ, നീയല്ല ടെന്നീസ് ബോൾ, നീയല്ല ടെന്നീസ് ബോൾ, നീയല്ല. പൂച്ച കൊറേ ആയല്ലോ നീ പറഞ്ഞിട്ട്. താത്താന്ന് പറഞ്ഞ അപ്പൂപ്പായി, അപ്പൂപ്പാന്നാണ് വിളിക്കണേ. അന്ന് ഓക്കെ പറയുന്നവരെ. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ, അലീനെ ഇതിപ്പോ ഇവന് ഇഷ്ടമല്ല, ഇവന് താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത് നിർബന്ധിച്ച് കെട്ടിക്കാൻ പറ്റുമോ? പറയണെങ്കി ഇപ്പം നടക്കോ ചന്ദ്ര? ചന്ദ്ര, നിനക്കൊരു ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അതൊന്നും അല്ല. ഇത് നിന്റെ കൊച്ചല്ല, പിന്നെ നീ എന്തിനാ ഇതിനെ ഏറ്റെടുക്കുന്നതാണ് ആലോചിക്കുന്നേ? അന്ന് അത് പിന്നെ പിള്ളേരിക്കുമ്പോ എല്ലാരും ചെയ്യോത്തെ ഇല്ല അങ്ങനെ സംസാരിക്കരുത്. ഓ, ഈ ബേക്കാണ്ടി ചെറുക്കനുണ്ടായിരുന്നല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ ഇതേ സമയം എന്നെ വന്നൊന്ന് കാണണം നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക്. ചെറുക്കായി വാ തുറന്ന ചവിട്ടി കൂട്ടി തെങ്ങിന് വളം എടുക്കണം. എടാ അതിപ്പോ എനിക്കൊരു സ്ഥലം വരെ പോയിട്ട് വന്നിട്ട് പോവാം. ഒരു സ്ഥലം പോവാൻ പറ്റൂല. അല്ല എടാ, ഞാൻ പറഞ്ഞത് നിങ്ങളെന്താ കേക്കാത്തേ? നാളെ ഇതേ സമയം എന്നെ വന്ന് കാണണോന്ന്. ഇവിടെ ഒന്നും വരണ്ട, വേറെ സ്ഥലം. അതെ എനിക്ക് സെറ്റാക്കാം. അന്ന് ഒരു സ്ഥലം വരെ ഇപ്പൊ പോണമായിരുന്നു, അർജന്റ് ഒരു കാര്യം. സ്റ്റേഷനില്ല ഒരു കാര്യം സംസാരിക്കാൻ കേട്ടോ. എടാ നിങ്ങൾ ഇവിടെ നിന്നോയേ. ഒരു മിനിറ്റ് ജോക്കി. ഹലോ ഹലോ അങ്ങനെ ചോദിക്കണം. ആ ജോക്കി പറ. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കാൻ നേരം മറ്റേ ചന്ദ്രന്റെ വൈഫായ മറ്റേ സൂര്യബോസും ചന്ദ്രന്റെ വൈഫായ സൂര്യബോസാ? അല്ലല്ല, ചന്ദ്രന്റെ വൈഫ് അലീനയും മോനായ സൂര്യബോസും കൂടെ വന്നായിരുന്നേ. എനിക്കറിയാലോ അവരെ അല്ലേ? പിന്നെ അപ്പം അവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്ന ഞാൻ ഇങ്ങനെ കുറെ ഇങ്ങനെ ആലോചിച്ച സമയത്ത് ഞാൻ ഇങ്ങനെ പക്ഷെ എന്താണെന്നറിയാവോ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ആ ഒരു ഉപമ തന്നെ ഇല്ല, ബൂസിന് കിട്ടുന്ന ടെന്നീസ് ബോൾ കണക്കാണ് ഈ അലീനയും കുഞ്ഞും, മനസ്സിലായോ? നമ്മുടെ ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തൊരു പുരുഷൻ, നമ്മുടെ ഗ്യാങ്ങിന്റെ നട്ടല് എല്ലാം ആയിട്ടുള്ള ഒരുത്തിന് ഇങ്ങനൊരു കുട്ടി ബന്ധമല്ല. 2 ദിവസമായിട്ട് നേരത്തെ ചന്ദ്രന്റെ കൂടെ വന്ന് ചന്ദ്രനെ പുകഴ്ത്തി അടിക്കുന്ന പരിപാടി എന്റെ അടുത്ത് ചെയ്യല്ല ജോക്കി. ഇതൊക്കെ PR വർക്കായിട്ട് കട്ടായി വരും. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകും. ഇതൊരു 40 ക്ലിപ്പായിട്ട് വരുന്ന ദിവസങ്ങളിൽ പല BGMകൾ കയറി വരും. എനിക്കിത് കേൾക്കാൻ പറ്റൂല. ഞാൻ പറയുന്ന കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാം. അപ്പം ഞാൻ ആലോചിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ അലീനയുടെയും ചന്ദ്രന്റെയും കല്യാണം നടത്തി കൊടുത്താലോ? അത് നല്ല കാര്യമാണ് ജോക്കി. ഞാൻ പറയണ ജോക്കി അത് മാത്രമല്ല, എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് അങ്ങ് സാധിച്ചു കൊടുത്താലോ ജോക്കി? എല്ലാരും ഒന്നും വേണ്ട. ഇതിപ്പം ആ കുട്ടി അതിങ്ങനെ കരഞ്ഞ് കാല് പിടിച്ച് അപേക്ഷിച്ച് എന്റെ കാലില് കുറെ നേരം വീണെന്നേ. ആ കുഞ്ഞും കിടന്നേരാ എന്ന് പറഞ്ഞ് വിളിച്ച് ഒരു മനസ്സിലിവ്. പിന്നെ ചന്ദ്രന് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാലോ അല്ലേ? നമ്മുടെ കുടുംബത്തിലൊരു ആദ്യത്തെ കല്യാണം എന്ന നിലയ്ക്ക്. പക്ഷെ ഒറ്റ കല്യാണത്തോടെ നിക്കണം കേട്ടോ, പിന്നെ ആരും കെട്ടരുത്. നീയല്ലേ പറഞ്ഞത് നമ്മുടെ കാലശേഷം ഒരു കാലശേഷത്തിന്റെ കാലം നയിക്കാനായിട്ട് ആരും ഇല്ലായിരിക്കുമെന്ന്. ചന്ദ്രനാണ് സത്യം പറഞ്ഞ ബെസ്റ്റ് ഓപ്ഷൻ. എന്റെ ജോക്കി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അല്ല ഈ ഒരാള് മതിയെന്നാണോ ജോക്കി പറയണേ? അപ്പൊ അവൻ ഒരാള് പറഞ്ഞു തന്നിരുന്ന് ഇവന്മാരെയൊക്കെ അടിക്കുവോ? എടാ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ, എടാ ഇത് നമ്മളിപ്പോ കാലഹരണപ്പെട്ടൊന്നും പോകുന്നില്ലല്ലോ പെട്ടെന്ന്. ജോക്കി മനുഷ്യന്റെ കാര്യമാണ് ജോക്കി, മനുഷ്യന്റെ കാര്യമാണെന്ന് പറഞ്ഞപ്പോ ആ ഓലമടൽ ഇപ്പം മറിഞ്ഞ തലത്തിലെടുത്ത് വീണാ തീരാവുന്നേ ഉള്ളൂ ജോക്കി. ഇപ്പം ജോക്കിയുടെ കാര്യം പോലും അല്ല. ഞാൻ ഇങ്ങനെ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ട്. ഞാൻ ചന്ദ്രനെ നാളെ ഞാൻ സംസാരിക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ. ഞാൻ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഞാനാന്നല്ല സമ്മതിക്കാത്ത. ഞാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ആദ്യത്തെ ഒരു കല്യാണം, മനസ്സിലായ? അവനാവുമ്പം കുഴപ്പമില്ല, അവനാവുമ്പോ കല്യാണം കഴിച്ചു വിട്ട് ആ വഴി അങ്ങ് പൊക്കോളാം. പക്ഷെ വേറെ ഒരുത്തനും ഞാൻ സമ്മതിക്കത്തില്ല കേട്ടോ. ആര് പേരും പറഞ്ഞ് എന്റെ അടുത്ത് വരരുത്. നിന്റെ അഭിപ്രായം എന്താണ് ചന്ദ്രനെ കെട്ടിച്ചു വിടുന്നത്?
നമുക്ക് ജോക്കി ഒരു ഒന്ന് രണ്ടെണ്ണം നടത്തി കൊടുക്കാം. ഒരു 2-3 ഒന്ന് ഒറ്റൊരെണ്ണം, അതോടുകൂടി പരിപാടി തീർന്നു. ഒറ്റൊരെണ്ണം. പിന്നെ അലീന ഒരു നല്ലൊരു കുട്ടിയാണ്, മനസ്സിലായോ? ഒരെണ്ണമാണ് നടത്താൻ പ്ലാൻ അല്ലേ? ഒറ്റൊരെണ്ണം. അപ്പൊ ചന്ദ്രന്റെ വേണ്ട. എടാ എനിക്ക് ചന്ദ്രന്റെ നടത്താനാണ് ആഗ്രഹം. ഞാൻ കാര്യം ചെയ്ത് സത്യം പറയൂ, പറയാൻ ജോക്കി എന്തേലും ഇഷ്ടമുണ്ടോ? ജോക്കിയോട് എന്താ എനിക്ക് ഇഷ്ടക്കുറവ്? എനിക്ക് പണ്ടേ ജോക്കി എന്റെ ഇഷ്ടമല്ല. ചോദിക്കുമ്പോ നീ കിടന്ന് ഉരുളല്ലേ, നീ ഉരുളല്ലേ. വേറെ ആരും ഇഷ്ടമുണ്ടോ? ഐ മീൻ ഗേൾസ് ഇതൊക്കെ എറിഞ്ഞു നോക്കുന്ന ഇല്ല ജോക്കി, എനിക്ക് അങ്ങനൊന്നുമില്ല. എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഗ്യാങ് അല്ലേ. ഉറപ്പാന്നേ, ഞാൻ കാര്യമായിട്ട് പിന്നെ ചോദിക്കും. വാറൊക്കെ ഉണ്ട്, എനിക്ക് വാറിന്റെ കൂടെ പെട്ടെന്ന് പറഞ്ഞു തീർക്ക്. വാറ ഗ്യാങ്ങിന്റെ കാര്യമുണ്ട്. ആശു നീ കിടന്ന് ഉരുളല്ലേ, നിന്നെ ജനിച്ച പോലെ കാണുന്നത്. ഞാൻ കാര്യമായിട്ട് ചോദിക്കാം, നിനക്ക് ഇഷ്ടമൊന്നുമില്ലല്ലോ, നടത്തി തരാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് അങ്ങനെ ആരുമില്ല ജോക്കി, അങ്ങനെ ആരുമില്ല. അങ്ങനെ ആരും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നീനൊക്കെ എന്താ പ്രശ്നം? ചന്ദ്രൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ ജോക്കി. ഇത് നീ എന്തേലും ഒന്ന് ഉറപ്പിക്കട. നീ ഒരുമാതിരി തന്തയുണ്ട് തന്തയില്ല, തന്തയുണ്ട് തന്തയില്ല, ഇത് അങ്ങനെ നിൽക്കാറ. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറ. എനിക്ക് തന്തയുണ്ട്, പക്ഷെ ആരാന്ന് അറിയത്തില്ലല്ലോ, അതല്ലേ പ്രശ്നം. ഞാനൊരു കാര്യം പറയട്ടെ, സീരിയസ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ നമ്മുടെ സിറ്റിയിലോട്ട് വീട്ടിലുണ്ടായ തീപിടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ചഞ്ചലപ്പെട്ട് നിൽക്കുവാണ്, മനസ്സിലായോ? എനിക്കിപ്പോ ചന്ദ്രന്റെ കല്യാണം കാണണമെന്നൊരു ആഗ്രഹം. അല്ലെങ്കിൽ നിന്റെ കണ്ടാലും മതിയായിരുന്നു, പക്ഷെ നിനക്ക് ആരും ഇഷ്ടമില്ലല്ലോ ജോക്കി. എനിക്ക് എങ്ങനെ ഒരാളില്ല ജോക്കി. ഉറപ്പാന്നേ? ഉറപ്പ്. അപ്പൊ പിന്നെ നമുക്ക് ചന്ദ്രന്റെ കാര്യം ആലോചിച്ചിടാ. പാവം ചന്ദ്രൻ അലീന, ചന്ദ്രൻ വെറ്റ്സ് അലീന. ഓക്കെ ജോക്കി, ഞാൻ റെഡിയാണ്. ചന്ദ്രന്റെ കല്യാണം നടത്താം. നാളെ നമുക്ക് അവർ കാണാൻ വരുന്നുണ്ട്. അല്ല അങ്ങനല്ല, നാളെ നടത്താന്നല്ല, നാളെ അവരെന്നെ കാണാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. കാണാൻ വരാൻ പറഞ്ഞിട്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ, അവരുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആണോ ചെക്ക് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് നടത്താം. ഓക്കെ, നിനക്ക് എതിർപ്പൊന്നും ഇല്ലല്ലോ? അല്ല, നാളെ അപ്പം അലീനയുടെ വീട്ടിൽ പെണ്ണ് കാണാൻ പോവാം. അലീനയുടെ വീട്ടിൽ നമുക്ക് പെണ്ണ് കാണാൻ പോവാം. ഓക്കെ, ഞാൻ വന്നിട്ട് നമുക്ക് ജോക്കിയെ കൊണ്ട് നമുക്ക് അലീനയുടെ വീട്ടിൽ പെണ്ണ് കാണാൻ പോവാം. ഒരു 4-5 പേര് നമ്മുടെ കയ്യില്. മൊത്തം ആൾക്കാരൊന്നും വേണ്ട. മൊത്തം ഇല്ല, എല്ലാരും അങ്ങനെ വരുന്ന പിള്ളേരെ നമുക്ക് കൊണ്ടുവരിക്കാൻ പറ്റും. അവരുടെയൊക്കെ ചേട്ടനല്ലേ. പിന്നെ ഒരു ബസ്. അപ്പാപ്പ ഇങ്ങോട്ട് വന്നേ. അപ്പാപ്പ നാളെ നമ്മള് കൊറേ നാളായിട്ട് ഈ ചന്ദ്രനും അലീനയും കേട്ട് ഇന്ന് ആ കൊച്ചു വന്ന് ഒരേ കരച്ചില്, മനസ്സിലായോ? ഞാൻ ആലോചിച്ച് അവർക്കാണെങ്കിൽ കുഞ്ഞുണ്ട്, അപ്പൊ പിന്നെ പ്രശ്നമില്ല. ആ ഒറ്റ കല്യാണം മാത്രമേ നമ്മുടെ ടി വി നടക്കത്തുള്ളൂ, തക്കുളു നടക്കത്തുള്ളൂ. അതിന് മുന്നേ രണ്ടുപേരും പ്രഗ്നന്റ് ആണ് നമ്മുടെ. ഇവൻ നേരത്തെ ക്രോസ് ഓവർ ചെയ്തായിരുന്നു കേട്ടോ വാസു. പുതിയ പയ്യനാ ജോക്കി, പുതിയ പയ്യനാ. എടുത്തിടുവേ ഞാൻ. അപ്പം നാളെ ഒരു ബസ് റെഡിയാക്കണം. നമ്മുടെ പിള്ളേർ 35 പേരോ 40 പേരോ എത്രാന്ന് വെച്ചാൽ അവരെല്ലാം വരണം. പിന്നെന്താ? അതിന് അലീനക്ക് അച്ഛനും അമ്മയും വീടും വല്ലതും ഉണ്ടോ? അതോ ഇനി മുതുക്കിലാണോ പെണ്ണ് കാണല്? അലീനയുടെ നമ്പർ എത്രയായിരുന്നു? അലീനയുടെ നമ്പർ അറിയാതെ പറഞ്ഞു പറ. ഞാൻ വിളിക്കാം. കൊച്ചിന്റെ നമ്പർ മേടിച്ചാൽ സിഗ്മ പോവോ? കൊച്ചിന്റെ നമ്പർ വീട്ടിൽ കയറാനുള്ള പെർമിഷൻ കൊടുക്കും. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല കേട്ടോ, വേറെ എവിടെയെങ്കിലും പോയി അപ്പാപ്പന് എന്തോ പറയാൻ വേണ്ടി ആരോ പുറത്തു വന്നിട്ടുണ്ട്. ഒരു നിമിഷം ഇരിക്കാനോ? ഞാൻ ഇരിക്കാം, ഒരു മിനിറ്റ്. உன்னோட அம்மா எங்க? அம்மா இப்பதான் സിറ്റിയിൽ പോയാ? എടാ, ഞാൻ ചോദിക്കുന്നോണ്ട് നിനക്ക് വേറെ ഒന്നും തോന്നരുത്. ഉന്നോட அம்மாவுக்கு அம்மா இருக்கா? அம்மாக்கு அம்மா இல்ல, அப்பா தான் இருக்கு. அலீனா ஜான் எங்க பெரியப்பா பேசுறாரு. ஜோன் இங்க சிட்டில இருக்கா? சிட்டில எப்பயாவது வருவாங்க. அம்மா அப்பா പറയും. അമ്മ ഓക്കെ. എടാ, നീ ഭയങ്കര ലക്കിയാണല്ലോ. നീ നിനക്ക് നിന്റെ അച്ഛന്റെ അമ്മയുടെ കല്യാണം കാണാലോ. ഓ സത്യമാ?
നമ്മള് இங்கே ജോക്കി വന്നിருக்கே ജോക്കി വന്ന് അതറിയോ ആശ്രയത്ത് വാങ്ങിട്ടാ നീ എന്നെ പെരിയപ്പാന്ന് വിളിക്കുന്നത് അപ്പോ ആ ജോക്കി എന്താ വിളിക്കുന്നേ താത്ത അപ്പാപ്പാവാ താത്ത താത്ത ആ ഓക്കെ 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 അപ്പൊ ജോക്കി വന്ന് എങ്കിട്ട് ചൊല്ലി അലീനയുടെയും ചന്ദ്രന്റെയും കല്യാണം ഉടനെ നടത്താൻ പോകുന്നു നടത്താൻ പോകുന്നു മലയാളത്തിൽ സംസാരിക്കുക പോടോ നടത്താൻ പോകുന്നു ഓക്കേ സെറ്റ് അപ്പനാ ഞാൻ എല്ലാ പൂവും വാങ്ങിട്ട് വന്നിടുறேன் നീ പൂവും കായും ഒന്നും മേടിക്കണ്ട ഇതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ അപ്പോഴത്തേക്കും നീ പൂ മേടിച്ചിരിക്കല്ലേ ഞാനൊന്ന് ലക്കിയാണെന്ന് പറഞ്ഞതേ ഉള്ളൂ നീ അപ്പോഴത്തേക്കിന് പൂവൊന്നും മേടിക്കല്ലേ സമയമുണ്ട് എല്ലാത്തിനും ഓക്കേ പെരിയപ്പാ അപ്പനാ ഇപ്പോ സിറ്റി കഴിഞ്ഞിട്ട് വാ നമുക്ക് സംസാരിക്കാം വിരിവാ എടാ നീയായിട്ട് സംസാരിക്കാൻ നീ എന്താ കുടുംബത്തിലെ കാരണവരോ പെരിയപ്പാ நம்ம ஹெல்ப் பண்ணோம் எங்க அப்பா அம்மாக்கு கல்யாணம்னா நானும் இருக்கணும்ல பெரியப்பா அதுல നീ സൈഡിൽ എവിടെയെങ്കിലും ഇരിക്കും ഞാനൊരു ചെറിയ ഇൻഫോയ്ക്ക് വേണ്ടി അലീനയോട് അപ്പ ജോൺ ഇന്ത സിറ്റിയിൽ ഇരിക്ക എന്ന് എൻക്വയർ പണ്ണതാ ഈ കോൾ വിളിച്ചത് മനസ്സിലായി പെരിയപ്പാ അല്ല നീയായിട്ട് ഇരുന്ന് പ്ലാൻ ചെയ്യാനൊന്നുമില്ല ചെറിയ നാവിന് വലിയ വർത്താനം നടക്കല്ല എന്റെ അടുത്ത് സോറി പെരിയപ്പാ ഇറ്റ്സ് മൈ ഫോൾട്ട് നിന്റെ ഫോൾട്ടാണ് അപ്പോ അലീനക്കിട്ട് ഇത് ദയവ് ചെയ്ത് സൊല്ലാതടാ നീ എല്ലാം നീ വന്ന് മറ്റേ എലിയുടെ അടുത്തും അലീന അമ്മ കിട്ടും ഒരു മിനിറ്റ് ചോക്കി ദയവ് ആർക്കും കൂടെ ഹായ് താരാ ഹായ് വാസു അണ്ണ സുഖാണോ സുഖാണ് താരാ എന്തൊക്കെയുണ്ട് താര കമ്മിറ്റഡ് ആയല്ലേ അതെ വാസു അണ്ണ ആരാ ഷമീറായിട്ടല്ലേ ഷമീറായിട്ട് അതെ ഓക്കെ ഓക്കെ നന്നായി വരട്ടെ കേട്ടോ വാസു അണ്ണനും കമ്മിറ്റ് ആയിന്ന് ഞാൻ കേട്ട് ഞാൻ സ്റ്റിൽ സിംഗിൾ ആണോ അതെ അപ്പോ ദർശന എന്റെ ഒരു നല്ല ഫ്രണ്ടാണ് ആണോ ഓക്കെ അല്ല ഞാൻ ആരോ കേട്ടപ്പോ പറഞ്ഞതാ ആരും ഇല്ല ഇവനാണ് പറഞ്ഞത് ഈ കൊച്ചർക്കനാണ് പറഞ്ഞത് അവന്റെ നീ അല്ലേ പറഞ്ഞത് എന്നോട് വാസു നിനക്ക് ദർശനം ഉണ്ടെന്ന് എടാ ഞാൻ പറയുന്ന ഒരു കാര്യം കേക്ക് ദയവ് ചെയ്ത് നീ അമ്മ കിട്ട ഇത് സൊല്ലാത് ഓക്കെ അപ്പാ കിട്ടേ അലീന അത് ഞാൻ പറയത്തില്ല ഞാനല്ല പറഞ്ഞേ ഇതെങ്ങനെ ലീക്കായി എന്നാലും